വീണ്ടും പറയുന്നു, 35 കൊല്ലം നടത്തിയ ഗവേഷണത്തിൽ ലോകത്തെ മനസന്തോഷവും സംതൃപ്തിയും സമാധാനവും കിട്ടാൻ ലോകത്തൊരു മരുന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ അപൂർവ മരുന്നിൻ്റെ പേരാണ് കാരുണ്യം. ഈ കാരുണ്യമുള്ള വ്യക്തിക്ക്, കാരുണ്യം നടത്തുന്ന വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ മനസമാധാനവും സംതൃപ്തിയും കിട്ടുന്നു. ദൈവിക ഭാഷയിൽ പറഞ്ഞാൽ അവർ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ അവർക്ക് മാത്രം തുറന്നു വച്ചിരിക്കുന്നു. പക്ഷേ ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും നടക്കുന്നത് കാരുണ്യത്തിൻ്റെ പേരിലും അവയവദാനത്തിൻ്റെ പേരിലും മറ്റ് പല അഭ്യാസങ്ങളുടെ പേരിലും. ഇപ്പോൾ അവസാനം പറയട്ടെ, 35 കൊല്ലത്തിലേറെയായി ഒരു ഗവേഷണത്തിലാണ്. മനുഷ്യൻ ഗവേഷണം തുടങ്ങി നൂറ്റാണ്ടുകളായി. പക്ഷെ ഞങ്ങളുടെ കനേഡിയൻ ഓർത്തോ മോളിക്കുലാർ വിങ്ങിലെ ഇന്ത്യയിലെ ഏക സയൻറ്റിസ്റ്റുമായ എനിക്ക്, ഞങ്ങൾ 35 കൊല്ലത്തിലേറെ പണിപ്പെട്ട് സൂയിസൈഡൽ ഐഡിയേഷൻ എന്ന് പറയുന്നത് ആത്മഹത്യ, സ്വയം ആത്മഹത്യ, ഇതിനെ എങ്ങനെ ന്യൂട്രീഷൻ അഥവാ പോഷണത്തിലൂടെ എങ്ങനെ രക്ഷപ്പെടുത്താമെന്നാണ് ഞങ്ങളുടെ ഗവേഷണം. ഇതിന് ഞങ്ങളൊരു റിസർച്ച് പേപ്പർ ഉണ്ടായി ഭാരതത്തിലെ എല്ലാ ഭരണാധികാരികൾക്കും അയച്ചു കഴിഞ്ഞു. ഇനി കേരളത്തിലെ ഭരണാധികാരികൾക്കും ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കും നൽകാനുള്ള തയ്യാറെടുപ്പിലാണ്. കാരണം കേരളത്തിൽ ഈ സൂയിസൈഡൽ ടെൻഡൻസി കേരളത്തിൽ 1 മിനിറ്റിൽ ഒരാൾ എന്ന തോതിൽ നടക്കുന്നു. ഭാരതത്തിൽ 1 മിനിറ്റിൽ 10ഓളം ആത്മഹത്യ അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ. എന്താണ് ആത്മഹത്യയുടെ മൂലകാരണം എന്നറിയാമോ? വിഷാദം, മനോമാന്ദ്യം, ഫ്രസ്ട്രേഷൻ, നിരാശ, ജീവിതത്തിൽ ഇനി ഒന്നുമില്ലെന്നുള്ള ഒരു തിരിച്ചറിവ്. ആ തിരിച്ചറിവിൽ ആത്മഹത്യയിലേക്ക് പോകുന്നു. പക്ഷേ ആത്മഹത്യയെപ്പറ്റി പഠിച്ചപ്പോൾ കനത്ത മനോധൈര്യമുള്ള ഒരാൾക്ക് ആത്മഹത്യ ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ കണ്ടെത്തി. ഇത് ധൈര്യശാലികൾക്കേ പറ്റൂ. പലരുടെയും ധാരണ ധൈര്യമില്ലാത്തവരാണ് ആത്മഹത്യ ചെയ്യുന്നതെന്നാണ്. കാരണം അവർക്ക് ഈ ഭൂമിയിൽ നിന്നൊന്ന് പോകണം. അപ്പോൾ സൂയിസൈഡൽ ഐഡിയേഷൻ എന്ന് പറയുന്ന ആ ആത്മഹത്യാ പ്രവണതയ്ക്കുള്ള മരുന്നുകൾ, അതിനുള്ള പ്രോട്ടീൻസ്, അതിനുള്ള വൈറ്റമിൻസ് എന്ത് ഡെഫിഷ്യൻസി കൊണ്ടാണെന്ന് ഞങ്ങൾ ഗവേഷണത്തിൽ കണ്ടെത്തി കഴിഞ്ഞു. അത് ശരീരത്തിൽ സഫിഷ്യൻറ്റ് അഥവാ ആവശ്യത്തിനായാൽ നിങ്ങൾക്ക് ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടാം. നിങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ, നിരാശയിൽ നിന്നും വിഷാദത്തിൽ നിന്നും രക്ഷപ്പെടാം. 2, ഞങ്ങൾ ഡിപ്രഷൻ, ഇതിനൊക്കെ കാരണം എന്താ? വിഷാദം. മെഡിക്കൽ സ്റ്റുഡൻസിന് കൊടുക്കുന്ന ബുക്കാണ്. ഏകദേശം 35ലേറെ കൊല്ലം വേണ്ടി വന്നു വിഷാദത്തിൻ്റെ മൂലകാരണം കണ്ടുപിടിക്കാൻ. അത് എൻഡോക്രൈൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്നും മനുഷ്യൻ്റെ ഹോർമോൺ സംബന്ധമായ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഗ്രന്ഥിസ്രാവങ്ങളുടെ കുറവാണ് വിഷാദത്തിന് കാരണമെന്നും 35 കൊല്ലത്തെ ഗവേഷണത്തിൽ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ മെഡിക്കൽ ബുക്കാണ്. ഇതും ഭാരതത്തിലെ ഉന്നത ഭരണാധികാരികൾക്ക് കൊടുത്തു കഴിഞ്ഞു. അടുത്ത പ്രശ്നമാണ് കേരളത്തിൽ കുട്ടികളുടെ ജനിതക വൈകല്യം. ഒരു ഭാരതത്തിൽ 100ൽ 57 കുട്ടികൾ ആരോഗ്യത്തോടെ ബുദ്ധിപരമായി നല്ല ആരോഗ്യമുള്ള കുട്ടികളും ബാക്കി 43 കുട്ടികൾ ഓട്ടിസം, സെറിബ്രൽ പാൾസി തുടങ്ങിയ കുട്ടികളുമായി നടക്കുന്നു എന്നാണ് അതിൻ്റെ ഗവേഷണവും ഏതാണ്ട് വിജയിച്ചു കഴിഞ്ഞു. പക്ഷേ കുട്ടികളുടെ ജനിതക രോഗം പരിപൂർണമായി ഭേദമാക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ സബ്ജക്റ്റ് അവയവദാനത്തെ പറ്റിയുള്ളതാണ്. ഓരോരുത്തരും ഇതിൽ കുറേ കള്ളക്കളികളുണ്ടെങ്കിലും ആദ്യമായി പറയട്ടെ, എൻ്റെ എല്ലാ അവയവങ്ങളും ബാംഗ്ലൂർ നിംഹാൻസിന് ഡൊണേറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ എല്ലാ അവയവങ്ങളും, ബ്രെയിനും ഞാൻ മരണശേഷം നിംഹാൻസിൻ്റെ പഠനത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ID കാർഡാണിത്. എൻ്റെ സമ്പത്തിൻ്റെ ഭൂരിഭാഗവും, തൻ്റെ വിവരത്തിൻ്റെ ഭൂരിഭാഗവും, തൻ്റെ കഴിവിൻ്റെ ഭൂരിഭാഗവും, തൻ്റെ മസ്തിഷ്കത്തിൻ്റെ എല്ലാ കഴിവുകളും ലോക നന്മയ്ക്കായി ഉപയോഗിക്കുന്നവനാണ് യഥാർത്ഥ ജീവകാരുണ്യ പ്രവർത്തകനും യഥാർത്ഥ ചാരിറ്റി. ഇന്ന് തിരിച്ചറിവില്ല, ക്ഷമയില്ല, സഹകരണമില്ല, കനത്ത ഉത്തരവാദിത്തമില്ല. ഓരോരുത്തരും വാരിക്കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ ഓർഗൻ ഡൊണേഷൻ്റെ പല മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റികളിലും ഞാൻ തന്നെ ജോലി ചെയ്ത പല ആസ്പത്രികളെ പറ്റി എനിക്ക് അനുഭവമുണ്ട്. അവിടെ നിന്ന് ഞാൻ രാജിവെച്ച് പോയിട്ടുമുണ്ട്. കാരണം എല്ലാ ഭാഗത്തും ഇന്ന് അവയവദാനം ഒരു കള്ളക്കളിയായി മാറിയിരിക്കുന്നു. ഡോക്ടർമാർ, വക്കീലന്മാർ ആദ്യം മറ്റുള്ളവർക്ക് അറിവുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. 2, അവരുടെ പോക്കറ്റിൻ്റെ കനവും. 3, അവരുടെ സാഹചര്യങ്ങളും. ഇത് 3ഉം അവർക്ക് അനുകൂലമായാൽ ഒരു ഡോക്ടർ, ഒരു വക്കീൽ,
അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ നിങ്ങളെ ചൂഷണം ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് എല്ലാവരും ആഴത്തിൽ ഓരോ സബ്ജക്റ്റിനെ പറ്റി പഠിച്ച്, പ്രത്യേകിച്ച് അവയവദാനം, ബ്ലഡ് ഡൊണേഷൻ, ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊരു അഡ്വക്കേറ്റ് അഥവാ ഒരു നിയമരംഗത്തേക്ക് പോകുമ്പോൾ നല്ല പഠിച്ചു വേണം പോകാൻ. അപ്പോൾ അവയവദാനത്തിൻ്റെ കള്ളക്കളികൾ ഇന്ന് കേരളത്തിൽ നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ പലർക്കും പല ഉന്നത ആശുപത്രികളെയും ഡോക്ടർമാർക്കെതിരെയും കംപ്ലൈൻറ്റ് കൊടുക്കാൻ ഭയമാണ്. കാരണം അവർ അപകടത്തിലാവുമോ എന്ന് കരുതുന്നു. അപ്പോൾ കൊടുക്കുന്ന വ്യക്തിക്ക് നിയമമൊന്നും അറിയില്ല, വാങ്ങുന്ന വ്യക്തികൾക്കും നിയമം അറിയില്ല. അവർക്കൊരു അവയവം കിട്ടിയാൽ മതി. പക്ഷെ ഒരു വ്യക്തി മരിച്ചാൽ ഈ 80 അവയവങ്ങളും കൂടി ഒരു 60-70 പേരെ രക്ഷപ്പെടുത്താം അവർക്ക് ഏതെങ്കിലും തരത്തിൽ എന്നാണ് ഞങ്ങളുടെ കണ്ടുപിടുത്തം. ഇപ്പോൾ അവസാനമായി ഞങ്ങളൊരു കണ്ടുപിടുത്തം നടത്തി. അത് 79ാമത്തെ അവയവമാണ് മെസൻറ്ററി, ചെറുകുടൽ വൻകുടലിനിടയിലുള്ള ഒരു പാടയാണ്. ഈ പാട കൊണ്ട് അത് കീറി പൊളിച്ചെടുത്താൽ നമുക്ക് നല്ലൊരു മൂത്രസഞ്ചി ഉണ്ടാക്കാമെന്ന് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മണ്ണിൽ പോയി ചെതലരിച്ച് ലോക നന്മയ്ക്ക് പ്രയോജനപ്പെടാതെ പ്രകൃതിക്ക് ഭാരമാകുമ്പോൾ നിങ്ങളുടെ അവയവങ്ങളും നിങ്ങളുടെ സമ്പത്തും ഒരു ഭാഗം മാത്രം, ബാക്കി നിങ്ങളുടെ മക്കൾക്കോ കുട്ടികൾക്കോ ബന്ധുക്കൾക്കോ കൊടുത്തോ, ഒരു ചെറിയൊരു ഭാഗം വേദനിക്കുന്ന, നിങ്ങളെ വളർത്തി വലുതാക്കാൻ സഹായിച്ച ഈ വേദനിക്കുന്ന സമൂഹത്തിന്, നിങ്ങളുടെ തുടയ്ക്കുന്നവനെ, നിങ്ങളെ ചെറുപ്പകാലത്ത് കൂട്ടി നടത്തിയവനെ, നിങ്ങളെ സഹായിച്ചവനെ, നിങ്ങൾക്ക് വിദ്യാഭ്യാസം തന്നവരെ, ഇവരൊക്കെ ഇന്ന് വേദനിക്കുന്നുണ്ട്. അവരെ സഹായിക്കണമെന്നും ഈ ഓർഗൻ ഡൊണേഷൻ്റെ തട്ടിപ്പുകൾ ഇന്ന് രാജ്യം മുഴുവൻ നടക്കുക. ഏറ്റവും പ്രധാന പ്രശ്നം നിയമം ഗവൺമെൻറ് ശരിയായ രീതിയിൽ ജനങ്ങളോട് അവതരിപ്പിക്കുന്നില്ല. ഏത് കാര്യത്തിനും നമ്മുടെ രാജ്യത്ത് നിയമങ്ങളുണ്ട്, പക്ഷെ പല നിയമങ്ങളും കഴുതകളാണ്. അതുകൊണ്ട് കൃത്യസമയത്ത് ഓരോരുത്തർക്കും അവയവം കിട്ടുന്നില്ല. പലരും അവയവം കിട്ടാതെ ഹോസ്പിറ്റലുകളിൽ തന്നെ വെന്റിലേറ്ററിൽ മരിക്കുന്നു. അപ്പോൾ ഞങ്ങളൊരു പഠനം നടത്തി 163 തവണ വരെ ഒരാൾക്ക് ബ്ലഡ്, നല്ല ആരോഗ്യമുള്ളമാർക്ക് രക്തം ഡൊണേറ്റ് ചെയ്യാം. നമ്മുടെ 80 അവയവങ്ങളും 60 പേരെ രക്ഷപ്പെടുത്താം. അതുപോലെ തന്നെ നിങ്ങളുടെ സമ്പത്തിൻ്റെ 1% നിങ്ങൾ വീതം വെച്ചാൽ ഭാരതത്തിലെ 70 കോടി കഴിഞ്ഞ് ബാക്കി വരുന്ന 75 കോടി ജനങ്ങൾ സമ്പന്നരാകും. നിങ്ങളുടെ 1% അല്ലെങ്കിൽ 0.5%. അപ്പോൾ നിങ്ങളുടെ ഓർഗൻ മാത്രമല്ല, നിങ്ങളുടെ രക്തവും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ വിദ്യാഭ്യാസവും നിങ്ങളുടെ അറിവും കഴിവും നിങ്ങൾ ഷെയർ ചെയ്യണം. ഇത് ഭയങ്കര സംഭവമാണ്. ആറ്റിറ്റ്യൂഡ് 100. അതുപോലെ നിങ്ങളുടെ കനത്ത ഉത്തരവാദിത്തം, ഹെവി റെസ്പോൺസിബിലിറ്റി. നിങ്ങൾ ഓരോരുത്തരും മഹാന്മാരും മഹതികളും ആകണമെങ്കിൽ നിങ്ങൾ കനത്ത ഉത്തരവാദിത്തം എടുക്കണം. അതിന് നിങ്ങൾ സ്വയം മാതൃകകളാവണം. അതിനെന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ വിലയേറിയതൊക്കെ പങ്കുവെക്കണം. ഇവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രശ്നം നിധികളൊക്കെ പൂഴ്ത്തിവെച്ചിരിക്കുക. അതിന് ഗവൺമെൻറ് സെക്യൂരിറ്റി കൊടുക്കും. നിധികൾ പൂഴ്ത്തിവെക്കാനുള്ളതല്ല, അത് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ളതാണ്, ലോകത്തിന് കാണിച്ചു കൊടുക്കാനുള്ളതാണ്. എല്ലാം നിങ്ങൾ ഷെയർ ചെയ്യണം, നിങ്ങളുടെ കഴിവും അറിവും. ഒപ്പം നിങ്ങൾ എല്ലാവരെയും അപ്രീഷിയേറ്റ് ചെയ്യണം. ഓർഗൻ ഡൊണേഷൻ്റെ കള്ളക്കളികളൊക്കെ മാറ്റി എല്ലാവരും നിങ്ങളുടെ അവയവങ്ങളും രക്തവും നിങ്ങളുടെ അറിവും സമ്പത്തും ഒക്കെ ചെറിയ തോതിലെങ്കിലും വേദനിക്കുന്ന സമൂഹത്തിന് മാറ്റി എഴുതി വെച്ച് മഹാന്മാരായ മനുഷ്യരെ മാതൃകയാക്കി നിങ്ങൾ ഓരോരുത്തരും ഇന്ന് അവയവദാനത്തെപ്പറ്റിയും രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് ആത്മഹത്യ, ലഹരി, അഴിമതി തുടങ്ങി നമ്മുടെ രാജ്യം ഇന്നൊരു അപകടത്തിലാണ്. എല്ലാവരും ലഹരി എന്ന് പറഞ്ഞാൽ മദ്യവും മയക്കുമരുന്നും എന്ന് കരുതുന്നു. അതിൽ നിന്ന് മാറി ജീവിതമാണ് ലഹരിയെന്നും നിങ്ങളൊക്കെ കഴിയുന്ന രീതിയിൽ, കഴിയുന്ന അവസ്ഥയിൽ, സാഹചര്യങ്ങളിൽ സഹജീവികളെ സഹായിച്ചുകൊണ്ട് പ്രകൃതിയെ വലിയ യൂണിവേഴ്സിറ്റിയും ദൈവമായി കണ്ട് പ്രകൃതി നിയമങ്ങൾ അനുസരിക്കാത്തതാണ് രോഗങ്ങൾക്ക് കാരണമെന്നും പ്രകൃതിയിലേക്ക് മടങ്ങലും പ്രകൃതി നിയമങ്ങളെ അനുസരിക്കലുമാണ് നമ്മുടെ രാജ്യത്തെ മാറാരോഗങ്ങളും അപൂർവ രോഗങ്ങളും പരിപൂർണമായി തുടച്ചു നിൽക്കാൻ വേണ്ടതെന്നും എല്ലാവരും പ്രകൃതിയെ ദൈവതുല്യമായി കണ്ട് ലോക നന്മയ്ക്ക് വേണ്ടി ഓരോ പ്രകാശ സ്തംഭമായി ഓരോരുത്തരും ഓരോ സൂര്യനായി പ്രകാശിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഭൂമിയിൽ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എല്ലാവരോടും നമസ്കാരം. സീനിയർ പ്രൊഫസർ ഡോക്ടർ സുരേഷ് കെ ഗുപ്തൻ, ലോക സമാധാന സംഘടനയുടെ അന്താരാഷ്ട്ര സെക്രട്ടറി ജനറൽ, മാനവ് സമതാ സേവാ മിഷൻ, ഭാരതത്തിൽ ഡൽഹിയിലാണ് ഇതിൻ്റെ ആസ്ഥാനം. എല്ലാവരും സമാധാനവും സംതൃപ്തിയോടുകൂടി ഐശ്വര്യത്തോടുകൂടി അസുഖങ്ങളൊന്നുമില്ലാതെ സുഖമായി പരോപകാര പ്രിയരായി എല്ലാവരും ഓരോ ഫിലാന്ത്രോപ്പിസ്റ്റ്, മനുഷ്യസ്നേഹികളായി സഹജീവികളെ സ്നേഹിച്ച്
എല്ലാ ജീവവർഗങ്ങളെയും സ്നേഹിച്ച് നല്ല മനുഷ്യരായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. താങ്ക് യു. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. വീണ്ടും കാണാം. അതുവരെ ബൈ.